പഞ്ചായത്ത് ഭരണസമിതിക്കും അറിയാം, പ്രസിഡന്റിനും അറിയാം, വൈസ് പ്രസിഡന്റും മറ്റെല്ലാ ഉത്തരവാദിത്തപ്പെട്ട എല്ലാവർക്കും അറിയാം, മുസ്ലിം യൂത്ത് ലീഗിന്റെ താഴെക്കോട് പഞ്ചായത്ത് കമ്മിറ്റി നേതാക്കന്മാർക്ക് അറിയാം. എന്തുകൊണ്ട് പറയുന്നില്ല? കാരണം ലീഗ് ഭരിക്കുന്ന പഞ്ചായത്ത്, ഇതിന് മുന്നത്തെ 5 വർഷം ഭരിച്ചിരുന്നത് CPM ആണ്. ആ കാലയളവിൽ ഒന്നും സംഭവിക്കാത്ത ഇത്രയും വലിയൊരു കൊള്ള, പകൽ കൊള്ള എന്ന് തന്നെ പറയാം, പകൽ വെളിച്ചത്തിലാണ് ആ മരം മുറിച്ച് വണ്ടിയിലിട്ട് കടത്തിക്കൊണ്ടുപോകുന്നത്. താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പൊതുശ്മശാന ഭൂമിയിലെ മരം മുറി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമാണ്. ആദ്യം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും UDF-ഉം പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ആ പ്രതിഷേധങ്ങൾക്ക് തൊട്ടു പിന്നാലെ CPIM വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ മാർച്ചും ഈ ഒരു വിവാദങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു. ചാനൽ 10 പ്രേക്ഷകരോടൊപ്പം CPIM പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി അംഗം അനീഫ വള്ളൂരാൻ കൂടെയുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം കുറച്ചധികം ദിവസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മരം മുറി വിവാദവുമായി നടക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു വിവാദത്തിലെ അടിസ്ഥാനം എന്താണ്, എങ്ങനെ പ്രതികരിക്കുന്നു? താഴെക്കോട് ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് ഐക്യജനാധിപത്യത്തിന് UDF ആണ്. അതിൽ പ്രബല കക്ഷിയായി നിൽക്കുന്നത് മുസ്ലിം ലീഗാണ്. കാരണം അവരാണ് അതിന് മറുപടി പറയേണ്ടത്. ശരി, കാരണം ഈ മരം മുറി നടന്നിട്ട് ഇത്ര ദിവസങ്ങളായിട്ട് അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ മുന്നിൽ പ്രതിഷേധ സമരം നടത്തിയതിനു ശേഷമാണ് പഞ്ചായത്ത് ഭരണസമിതി പ്രസിഡന്റ് സെക്രട്ടറിയും നേരിട്ട് പോലീസിൽ പരാതി കൊടുക്കുന്നത്. അപ്പോഴേക്കും മരം മുറിച്ച് കൊണ്ടുപോയി അവര് കടത്തി കൊണ്ടുപോയതിന്റെ ശേഷമാണ് ഇവർ പരാതി കൊടുക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കുറ്റവാളികളെ കണ്ടെത്തണം, കൃത്യമായി കുറ്റവാളികളെ കണ്ടെത്തുക എന്നുള്ളതിനാണ് താഴെക്കോട് CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പറയുന്നത്. കാരണം ലീഗ് ഭരിക്കുന്ന പഞ്ചായത്ത്, ഇതിന് മുന്നത്തെ 5 വർഷം ഭരിച്ചിരുന്നത് CPM ആണ്. ആ കാലയളവിൽ ഒന്നും സംഭവിക്കാത്ത ഇത്രയും വലിയൊരു കൊള്ള, പകൽ കൊള്ള എന്ന് തന്നെ പറയാം, പകൽ വെളിച്ചത്തിലാണ് ആ മരം മുറിച്ച് വണ്ടിയിലിട്ട് കടത്തി കൊണ്ടുപോകുന്നത്. അതിന്റെ വീഡിയോ ഉണ്ടെന്ന് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നു. എങ്കിൽ ആ വീഡിയോ പോലീസിന് കൊടുത്താൽ പോരെ? ആ പോലീസിന്റെ കയ്യിൽ കിട്ടിയ പോലീസിന് പ്രതികളെ പിടിച്ചൂടെ? മരം മുറിച്ചു കൊണ്ടുപോയ ആളുകളെ അവിടുത്തെ ആളുകൾക്ക് അറിയാം, പഞ്ചായത്ത് ഭരണസമിതിക്കും അറിയാം, പ്രസിഡന്റിനും അറിയാം, വൈസ് പ്രസിഡന്റും മറ്റെല്ലാ ഉത്തരവാദിത്തപ്പെട്ട എല്ലാവർക്കും അറിയാം, മുസ്ലിം യൂത്ത് ലീഗിന്റെ താഴെക്കോട് പഞ്ചായത്ത് കമ്മിറ്റി നേതാക്കന്മാർക്ക് അറിയാം. എന്തുകൊണ്ട് പറയുന്നില്ല? അത് പോലീസിന് വിവരം കൊടുക്കണ്ടേ? കൊടുത്താലല്ലേ നിയമപരമായി അവരെ പിടിച്ചു കൊണ്ടുപോയി അവരെ അറസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ വ്യക്തത വരണം. ഇപ്പൊ പുകമറ സൃഷ്ടിച്ച ഇതിന്റെ പിന്നിൽ താഴെക്കോടത്തെ UDF-ന്റെ ആളുകൾക്ക് പങ്കുണ്ട് എന്ന് തന്നെ ഞങ്ങൾ പറയുന്നു. കാരണം ആ പങ്കുള്ളത് കൊണ്ടാണ് ഇത് എഴഞ്ഞു നീങ്ങുന്നത്. പ്രസിഡന്റിന്റെ ഇതുവരെ ഒരു പ്രതികരണം ഇതുവരെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. കാരണം ഇത് പഞ്ചായത്ത് രാജ് നിയമപ്രകാരം പ്രസിഡന്റിന്റെ ഉത്തരവാദിത്തമാണ് ഈ സ്വത്തുകൾ സംരക്ഷിക്കുക എന്നുള്ളത്. ഭരണസമിതിയുടെ ഉത്തരവാദിത്തമാണ്, അതിന്റെ തലവനാണ് പ്രസിഡന്റ്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും അതിന്റെ ആ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പുറകോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആദ്യഘട്ട സമരം നടത്തിയത്. ഇതിൽ പ്രതികളെ പിടിക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തും അനാസ്ഥ ഉണ്ട്. പോലീസ് ഇഴഞ്ഞു നീങ്ങാണ്. ആ അനാസ്ഥയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിലും വലിയ ശക്തമായ സമരത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPM നേതൃത്വത്തിൽ നടക്കും. കാരണം പ്രതികളെ കണ്ടെത്തുന്നത് വരെ പ്രക്ഷോഭ സമരങ്ങളുമായി താഴെക്കോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPM അതിന് മുന്നോട്ട് പോകും. കാരണം പ്രതികളെ കണ്ടെത്തണം. പൊതുമുതലാണ്. ആ പൊതുമുതൽ പകലായിട്ട് വെട്ടി കൊണ്ടുപോയിക്കാണ്. നിൽക്കുന്ന ആ തേക്ക് മുറിച്ചു കൊണ്ടുപോകണമെങ്കിൽ കുറെ അധ്വാനമാണല്ലോ, കുറെ സമയം എടുക്കുമല്ലോ. ആ സമയം കൊണ്ട് കൊണ്ടുപോയത് എന്തുകൊണ്ട് പ്രതികളെ പിടിക്കുന്നില്ല? അതിനെ ഞങ്ങൾ ചോദിക്കുന്നത്. കൃത്യമായി സമഗ്രമായ അന്വേഷണം നടത്തി പ്രതികളെ കണ്ടെത്തി പ്രതികളെ അറസ്റ്റ് ചെയ്യണം, പ്രതികളെ പിടിക്കണം, എന്നിട്ട് അവരെ കയ്യിൽ നിന്ന് റിക്കവറി നടത്തണം. കാരണം ഈ രാജ്യത്തിന്റെ പൊതുമുതൽ അങ്ങനെ കൊള്ളയടിച്ചു പോകാൻ പാടില്ല. കഴിഞ്ഞ 5 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പഞ്ചായത്ത് ഭരിച്ചപ്പോ ഈ മരവും ഈ സംവിധാനങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അതിന്റെ ഒരു ഇല പോലും പോയിട്ടില്ല. അധികാരം കിട്ടി 5 മാസം കഴിഞ്ഞപ്പോഴേക്കും തന്നെ UDF, അതായത് മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഇങ്ങനത്തെ പകൽക്കൊള്ള നടക്കുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന 5 വർഷക്കാലം പൂർത്തിയാകുമ്പോഴേക്കും ഈ പഞ്ചായത്തിലെ പൊതുമുതലിന്റെ അവസ്ഥ എന്താവും എന്നുള്ള ആശങ്ക ഞങ്ങൾക്കുണ്ട്. കാരണം അതുകൊണ്ട് ആശങ്ക അകറ്റുകയും അതുപോലെ തന്നെ പ്രതികളെ കണ്ടെത്തുകയും വേണം. ആരായാലും ഉള്ള പ്രതികളെ പിടിക്കണം. താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ മരംമുറി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമാണ്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിച്ച് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് വലിയ ആക്ഷേപത്തോടു കൂടെ CPIM ഈ ഒരു ഘട്ടത്തിൽ പറഞ്ഞു വെക്കുന്നത്. ശക്തമായ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് കൂടെ അദ്ദേഹം ഈ ഒരു അവസരത്തിൽ ചാനൽ 10 പ്രതികരിക്കുകയാണ്. പെരിന്തൽമണ്ണയിൽ നിന്നും ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. നമസ്കാരം. ഒരു കോപ്പുമില്ല, നിങ്ങൾ അറിഞ്ഞാണോ ഇപ്പൊ നടക്കുന്നതൊക്കെ? പക്ഷെ അറിയാത്ത ചിലതുണ്ട്. ലോകത്തിലെ പല വൻമരങ്ങളും വീണു. പലർക്കും പണി കൊടുത്തിട്ടും ഇതുവരെ വീഴാത്തൊരു വൻമരമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കും? അമേരിക്ക, നൈജീരിയ, ദുബായ്, ഉഗാണ്ട, പിന്നെ ഇന്ത്യ, ഇങ്ങനെ 50 രാജ്യത്ത് അവർ പണി കൊടുത്തതേ ഒരു 2 ജനറേഷനിലെ ആൾക്കാർക്കാ. അവരുടെ അവസ്ഥ എന്താ നിങ്ങൾക്ക് അറിയോ?
മീഡിയം കോപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടെന്താ? വേറെ പലതും കാണിക്കാൻ വലിയ ഉശിര. ഇങ്ങനെ പണി കൊടുത്തതിനെ കുറിച്ച് പറയാനോ അറിയിക്കാനോ ഇവിടെ മീഡിയ എല്ലാവരും. കഴിഞ്ഞ 27 വർഷമായിട്ടാണ് ഈ പേര് ഈണത്തിൽ കേട്ടു തുടങ്ങിയത്. കേരളത്തിലെ പല ആൾക്കാർക്കും പണി കൊടുത്തിട്ടാണ് അവരുടെ തുടക്കമെന്ന് എന്റെ ഡീപ് റിസർച്ചിൽ മനസ്സിലായി. അവരെക്കുറിച്ച് എന്റെ കയ്യിൽ ഇൻകൺട്രോവർട്ടിബിൾ എവിഡൻസ് ഉണ്ട്. അമേരിക്കയിലെ ക്രിസ്റ്റഫർ, ദുബായിലെ സയ്യിദ്, കാട്ടാക്കടയിലെ ചന്ദ്രൻ വരെ പണി കിട്ടിയ പലരും ഇതുപോലുള്ള വലിയ കമ്പനികളിലാണ്. ഇങ്ങനെയുള്ളൊരു ടീമിനെ കുറിച്ച് ഞാനെന്തിനിങ്ങനെ വാദൂരാതെ പറയണം? എന്തിന്? വൈ? ബിക്കോസ് നിങ്ങൾക്കോ നിങ്ങൾക്ക് അറിയുന്നവർക്കോ നല്ല പണി കിട്ടും. ആരാണവർ? ഇന്റർനാഷണലി അവർക്ക് ഒരൊറ്റ പേരേ ഉള്ളൂ, ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. സ്മാർട്ട് ഫോൺ ആൻഡ് മാക്ബുക്ക് എഞ്ചിനീയറിംഗ്. സ്മാർട്ടായി പഠിക്കാം, നല്ല പണിയും കിട്ടും. ലേൺ സ്മാർട്ട് ഫോൺ ആൻഡ് മാക്ബുക്ക് എഞ്ചിനീയറിംഗ് ഫ്രം ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ, ഇന്ത്യസ് ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് സ്മാർട്ട് ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട്. 100% പ്ലേസ്മെന്റ് ബ്രിഡ്കോ ഗ്യാരണ്ടിയിൽ ഉറപ്പ് നൽകുന്നു. സ്മാർട്ടായി പഠിക്കാം, നല്ല പണിയും കിട്ടും. ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ, പണി കൊടുത്ത 4 നൂറ്റാണ്ട്.